ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം, ചാനലിലേക്ക് സ്വാഗതം. നാരായണീയത്തിലെ അടുത്ത ഒരു ശ്ലോകം നമ്മൾ നോക്കുന്നത് ഇന്ന് ദശകം 5-ലെ 10ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അതിൽ സൃഷ്ടിയുടെ തന്നെ വളരെ കൗതുകകരമായ കുറേ കാര്യങ്ങൾ നമ്മൾ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു. അതിനെല്ലാം ചേർത്ത് പറയുന്നു. അതായത് ഇപ്പോൾ ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും വളരെ കൗതുകകരമായിട്ട് ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എല്ലാം ഒരു അത്ഭുതം തന്നെയാണ്. എത്രയൊക്കെ എന്താ പറയുക, യുക്തിവാദം ഒക്കെ പറഞ്ഞാലും എന്ത് യുക്തിവാദിയായിരുന്നാലും അവസാനം ആ ഒരു പ്രപഞ്ച ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനേ പറ്റുള്ളൂ. കാരണം പല ചോദ്യങ്ങളുടെയും ഒരു ഉത്തരം ആ ഒരു ഭഗവാനിലുള്ള ഒരു സമർപ്പണത്തിലേ അവസാനിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ അത് തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിലും പറയുന്നത്. കാരണം ആദ്യം ഒരുപാട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു പ്രപഞ്ചം ഇതൊരു ബ്രഹ്മാണ്ടമാണെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ ഒരു ഗ്രഹം, ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ ഒരു കോണിൽ ഇരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ എത്രയോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതുപോലെ അനേകം പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക സ്പേസ് എന്നൊക്കെ പറയില്ലേ, ഈ സ്പേസിനെ എക്സ്പ്ലോർ ചെയ്യാൻ നാസയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നാസ പോലും അതിൻ്റെ ഒരു 5% പോലും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കാരണം ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് അത്രയും സങ്കീർണമാണ് അതിൻ്റെ ഘടന. അപ്പോൾ ഇത് എങ്ങനെ നിർമ്മിച്ചു എന്ന് പറയുന്നത്, ഇപ്പോൾ അത് ആ നിർമ്മിതിയെക്കുറിച്ച് പറയുന്നത് അതിലും സങ്കീർണമാണ്. കാരണം അത് ഏതൊരു സമയത്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രളയത്തിന് ശേഷവും ഒരു പ്രപഞ്ച സൃഷ്ടി നടന്നു എന്ന് പറയാം. ഒരു പ്രാകൃത പ്രളയം എന്ന് പറയുമ്പോൾ എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നതിനാണ് പ്രാകൃത പ്രളയം എന്ന് പറയുക. ആ ഒരു പ്രളയത്തിന് ശേഷം ഭഗവാൻ മാത്രം ഒരു പ്രകാശരൂപത്തിൽ അവിടെ നിലനിന്നു എന്നും അതിൽ നിന്നാണ് പിന്നെ മഹത്തത്വം ഉണ്ടായി. പിന്നെ അതിന് ശേഷം അത് വിഘടിച്ചൊക്കെയാണ് പിന്നെ വീണ്ടും അതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയ ഗണങ്ങളും ഒക്കെ ഉണ്ടായതും അതിനുള്ള അധിഷ്ഠാന ദേവതകളുണ്ടായ കാര്യമൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു. ആ ഒരു എല്ലാം ഉണ്ടായപ്പോഴും പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ചു, അതുപോലെ മഹത്തത്വം, അതുപോലെ പഞ്ചഭൂതങ്ങൾ, പിന്നെ ഇന്ദ്രിയ ഗണങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അങ്ങനെ 10 ഇന്ദ്രിയ ഗണങ്ങളുണ്ടായി. എന്നാൽ ഇതെല്ലാം വേറെ വേറെ നിൽക്കുകയായിരുന്നു. പിന്നെ ജീവിക സമൂഹങ്ങൾ ഉണ്ടായി. പക്ഷേ അതിലൊരു ചൈതന്യം അതിലേക്ക് കയറി വന്നാൽ മാത്രമേ അത് ജീവസുറ്റതാവുള്ളൂ. അപ്പം എല്ലാം ഉണ്ടായപ്പോഴും അതൊന്നും ചൈതന്യമില്ലാത്ത ഒരവസ്ഥയിൽ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം ആ ഒരു ചൈതന്യം, ഭഗവാനാകുന്ന ചൈതന്യം അതിലേക്ക് കയറിയപ്പോൾ മാത്രമാണ് അവയ്ക്കൊക്കെ ജീവൻ ഉണ്ടായത് എന്നും നാനാവിധത്തിലുള്ള ജീവജാലങ്ങളുണ്ടായത് എന്നും അവരെല്ലാം ഭഗവാനെ കീർത്തിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം 10-ൽ പറയുന്നത് അതിനൊന്ന് എല്ലാ ഭൂതഗണങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും അധിഷ്ഠാന ദേവതകളും ഓരോ ആ ദേവതകളും ഒക്കെ ഉണ്ടായി. ഭഗവാൻ അവയിലൊക്കെ പ്രവേശിച്ചു. എന്നാൽ അവയെല്ലാം അതേ തരത്തിൽ നിൽക്കുകയായിരുന്നു ഭഗവാന്റെ ആ ഒരു ചൈതന്യം പ്രവേശിക്കുന്നവരെ. എന്നാൽ ആ ഒരു അണ്ഡം പൂർവ്വ സൃഷ്ടമായ കാരണജലത്തിൽ 1000 സംവത്സരം ഈ ഒരു എന്താ പറയുക ഹിരൺമയമായ അണ്ഡം എന്ന് പറയും. ആ അണ്ഡമാകട്ടെ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട സലിലത്തിൽ 1000 സംവത്സരം അത് അവിടെ സ്ഥിതി ചെയ്തു എന്നും അനന്തരം പിന്നെ ഭഗവാൻ തന്നെ അതിനെ ഭേദിച്ച് 14 ലോകങ്ങൾ രൂപമായതും വിരാട് എന്ന് പറയുന്നതുമായ ശരീരത്തെ ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ ഹിരൺമയമായ അണ്ഡം
അതുണ്ടായി. അത് കാരണജലത്തിൽ 1000 സംവത്സരം അത് അങ്ങനെ തന്നെ സ്ഥിതി ചെയ്തു എന്നും അവസാനം ഭഗവാൻ തന്നെ ആ ഒരു അണ്ഡത്തെ ഭേദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഹിരണ്മയമായിട്ടുള്ള ആ ഒരു അണ്ഡത്തെ ഭഗവാൻ തന്നെ ഭേദിച്ച് ഈ 14 ലോകങ്ങൾ തന്നെ രൂപമായിട്ടുള്ള വിരാട് രൂപമാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ പുരുഷ സൂക്തമൊക്കെ പറയുമ്പോൾ വിരാട് രൂപ പിന്നെ ഈ 14 ലോകങ്ങളും ഭഗവാനിൽ കാണുന്ന ആ ഒരു കാര്യം നമുക്ക് അവിടെ പറയാം. അസംഖ്യം കൈകളും കാലുകളും ഒക്കെ ഉള്ള ആ ഒരു വിരാട് രൂപത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പുരുഷ സൂക്തത്തിൽ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനേകം അസംഖ്യം കൈകളും പാദങ്ങളും മറ്റവയവങ്ങളുമുള്ള ആ ഒരു സ്വരൂപത്തോടു കൂടിയവനായിട്ട് വിരാട് രൂപത്തിൽ ഭഗവാൻ പ്രകാശിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാ ആമയങ്ങളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ ഈ ഒരു ശ്ലോകം 10 ദശകം 5 ഈ ഒരു ശ്ലോകം ഒരു അഭ്യർത്ഥനയാണ്. കാരണം ആ ഭഗവാൻ ആ സൃഷ്ടി നടക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു അണ്ഡമായിട്ട് പൂർവ്വസൃഷ്ടമായ കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്തു എന്നും ഭഗവാൻ ഗുരുവായൂരപ്പൻ ആ ഒരു അണ്ഡത്തെ ഭേദിച്ച് 14 ലോകങ്ങൾ തന്നെ രൂപമായതും വിരാട് എന്ന് പറയുന്നതുമായ ശരീരത്തെ ഉണ്ടാക്കി. അങ്ങനെ അസംഖ്യം കൈകളും കാലുകളും പാദങ്ങളും മൂർധാവുകളും അതുപോലെ മറ്റവയവങ്ങളുമുള്ള സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പുരുഷ സൂക്തത്തിലെ ആ ഒരു വിരാട് രൂപദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നിശേഷ ജീവാത്മകവുമായ സ്വരൂപത്തോടു കൂടിയവനായിട്ട് ഭഗവാൻ ശോഭിച്ചു. അപ്രകാരം അങ്ങനെ ഭഗവാൻ ശോഭിച്ചപ്പോൾ ആ ഭഗവാനോട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 6ാമത്തെ ദശകത്തിൽ ഇതിൻ്റെ കൂടുതൽ വിരാട് പുരുഷനിൽ തന്നെ 14 ലോകങ്ങളെയും ദർശിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോന്നും ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ നമുക്ക് എങ്ങനെയാണ് കാണുക, ഭഗവാന്റെ തല, നെറ്റി, സത്യലോകം, മഹർലോകം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. അതെല്ലാം ഇനി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശ്ലോകം 10 വായിക്കാം. നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ അതിഷ്ഠത് സഹസ്രം സമാനർഭിന്നൻ ആകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സഹസ്രൈകരപാദ മൂർധനിവഹൈർനിശേഷ ജീവാത്മകോ നിർഭാതോസി മരുത്പുരാതിഭാസമാം ത്രായസ്വ സർവാമയാത്. ഒരിക്കൽ കൂടെ ശ്ലോകം 10 ദശകം 5 ഒരിക്കൽ കൂടെ ചൊല്ലാം. അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേതിഷ്ഠത് സഹസ്രം സമാനർഭിന്ദൻ അകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദം മൂർധനിവഹൈർനിശേഷ ജീവാത്മകോ നിർഭാതോസി മരുത്പുരാതിഭാസമാം ത്രായസ്വ സർവാമയാത്. എന്താ പറയുന്നത്? അതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് പറയാം. തത് ഖണ്ഡം അലു തത് അണ്ഡം ഖലു തത് അണ്ഡം ഖലു ആ അണ്ഡമാകട്ടെ. തത് ആ അണ്ഡം തന്നെ ഖലു ആകട്ടെ. പൂർവസൃഷ്ട സലിലെ ആദ്യം സൃഷ്ടിക്കപ്പെട്ട ജലത്തിൽ, സലിലം ജലം, സഹസ്രം 1000 സംവത്സരം അതിഷ്ഠത് സ്ഥിതി ചെയ്തു. അത് ത്വം സ്വയം അനുപ്രവിശ്യ അനന്തരം അനന്തരം ത്വം ഭഗവാൻ തന്നെത്താൻ സ്വയം തന്നെത്താൻ അനുപ്രവിശ്യ അതിൽ പ്രവേശിച്ചിട്ട് നിർഭിന്ദൻ എന്നിട്ട് നിർഭേദനം ചെയ്തു, അതിനെ ഭേദിച്ചു. എന്നിട്ടോ ചതുർദശ ജഗദ്രൂപം 14 ലോകങ്ങളുള്ള ജഗത്തിൻ്റെ രൂപമുള്ള വിരാടാഹ്വയം വിരാട് എന്ന് പറയപ്പെടുന്ന ശരീരത്തെ
അകൃത ഉണ്ടാക്കി തീർത്തു. അപ്പോൾ ആ 14 ലോകങ്ങളും അടങ്ങുന്ന ഭഗവാന്റെ ആ ശരീരത്തെയാണ് വിരാട് എന്ന് പറയുന്നത്. ആ വിരാട് രൂപത്തെ അകൃത ഉണ്ടാക്കി തീർത്തു. മരുത്പുരാധിപ അല്ലയോ ഗുരുവായൂരപ്പ. സാഹസ്രൈ കരപാദ മൂർധ നിവഹൈ, ആയിരക്കണക്കിന് കയ്യ് പാദം മൂർധാവ് തുടങ്ങിയ അവയവങ്ങളുടെ സമൂഹത്തോടു കൂടിയവനായിട്ട് നിശേഷ ജീവാത്മക, നിശേഷ ജീവകങ്ങളായ സ്വരൂപമുള്ളവനായി നിർബാധ അസി, നിന്തിരുവടി പ്രകാശിക്കുന്നു. സത്വം, അങ്ങനെയുള്ള ഭഗവാൻ നിന്തിരുവടിക്ക് മാം, എന്നെ സർവ ആമയാത്, എല്ലാ ആമയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ത്രായസ്വ, രക്ഷിച്ചാലും. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിച്ചാലും. അതായത് ആ ഒരു ഒരു ഹിരൺമയമായ അണ്ഡമുണ്ടായി എന്ന് കഴിഞ്ഞ ആ ഒരു ശ്ലോകം 9 പറഞ്ഞു. ഭൂതഗണങ്ങളും ഇന്ദ്രിയഗണങ്ങളും ദേവതകളും മഹത്വത്വങ്ങളും എല്ലാം ഉണ്ടായിട്ടും ജഗദണ്ഡം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഭൂതഗണങ്ങൾ, പഞ്ചഭൂതഗണങ്ങളുണ്ടായി, 10 ഇന്ദ്രിയ ഗണങ്ങളുണ്ടായി, പിന്നെ ഇന്ദ്രിയ അഭിമാനികളായ അധിഷ്ഠാന ദേവതകളുണ്ടായി. എന്നിട്ടും ജഗത്ത് സൃഷ്ടിക്കാനുള്ള അണ്ഡമുണ്ടായില്ല. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ദേവതകൾ നാനാവിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ 9ാമത്തെ ആ ഒരു ശ്ലോകം അവസാനിപ്പിച്ചത്. ആ സ്തുതിയിൽ പ്രസന്നനായ ഭഗവാൻ ഈ എല്ലാ തത്വങ്ങളെയും എല്ലാ ഇന്ദ്രിയഗണങ്ങളെയും എല്ലാം ഘടിപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ ചൈതന്യമായി തന്നെ അതിൽ പ്രവേശിപ്പിച്ചിട്ട് ഒരു സ്വർണ്ണമയമായ ഹിരൺമയമായ അണ്ഡത്തെ നിർമ്മിച്ചു. അതാണ് ഹിരൺമയ അണ്ഡം എന്ന് പറയുന്നത്. ആ അണ്ഡത്തെയാണ് ഇവിടെ പറയുന്ന. ആ അണ്ഡം കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്തു. പിന്നീട് ഭഗവാൻ അതിനെ ഭേദിച്ച് 14 ലോകങ്ങൾ രൂപമായ ആ ഒരു വിരാട് രൂപം, അത് തൻ്റെ തന്നെ ശരീരം ആണ് എന്ന് ആ ഒരു ശരീരത്തെ ഉണ്ടാക്കി അതിൽ അസംഖ്യം കാലുകളും പാദങ്ങളും അതുപോലെ കൈകളും കണ്ണുകളും തലകളും ഒക്കെ ഉള്ള ആ ഒരു സഹസ്രാക്ഷ സഹസ്രപാദ എന്ന് പറയുന്ന ആ ഒരു വിരാട് രൂപം ഉണ്ടായി. അതായത് നിശേഷ ജീവാത്മകവുമായ എല്ലാ അവയവങ്ങളുമുള്ള സ്വരൂപത്തോടു കൂടിയവനായിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ ശോഭിച്ചു. അപ്രകാരമുള്ള ഭഗവാൻ എല്ലാ ആമയങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ശ്ലോകം അതിൽ വിരാട് പുരുഷനെ വർണ്ണിക്കുന്നത് അടുത്ത 6ാം ദശകത്തിൽ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.